നമസ്കാര എല്ലാവർക്കും ശ്രീ പത്മനാഭ പൂജ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് പത്മത്തെയും സിന്ദൂരത്തെയും ചന്ദനത്തെയും പ്രധാനം. പത്മം എന്നാൽ ഗോമയം, അതായത് ചാണകം. നിത്യപ്രകാരം ചുറ്റെടുക്കുക ചാരമാണ് ആഴ്ചകൾ സംബന്ധം പ്രദാനം ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ വിഭൂതി എന്നും പത്മത്തെ വിളിക്കാറുണ്ട്. ശിവ തത്വത്തിന്റെ പ്രതീകമാണ് പത്മം. പ്രപഞ്ചത്തെ അഖില സംഹാര പ്രക്രിയയിൽ ധൂളീകൃതമായിരിക്കുന്നത് ബ്രഹ്മാണ്ഡ പിണ്ഡാണ്ഡ സങ്കല്പത്തിൽ പഞ്ചഭൂതകാന്മകളായ ശരീരം എന്ന പിണ്ഡാണ്ഡത്തെ ഗോവിൽ നിന്നും ലഭിക്കുന്ന പഞ്ചഗവ്യം, അതായത് പാൽ, നെയ്യ്, തൈര്, ഗോമൂത്രം, ഗോമയം കൊണ്ട് ശുദ്ധീകരിക്കും. പഞ്ചഭൂതങ്ങൾ പൃഥ്വി തത്വമാണ് ചാണകത്തിനുള്ളത്. ഈ ചാണകത്തെ പത്മമാക്കുന്നത് ശവത്തെ, അതായത് ജഡത്തെ പത്മീകരിക്കുന്നതിന് തുല്യമായ ഒരു പ്രക്രിയയായി കാണാം. ശവത്തെ പത്മീകരിക്കുന്നത് ഒരു സാംസ്കാരിക അഥവാ സംസ്കാരം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ പ്രക്രിയയാണ്. പത്മധാരണം അതുകൊണ്ട് തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ് എന്ന് നമുക്ക് പറയാം. പത്മം എന്നത് ശിവന്റെ സംഹാര തത്വത്തെ മാത്രമല്ല അനുഗ്രഹ തത്വത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു എന്ന് കാണാം. പത്മം അങ്ങനെ വിഭൂതിത്വവും ഉൾക്കൊള്ളുന്നു. അതിനാൽ പത്മധാരണം ചെയ്യുന്നത് ആധ്യാത്മികമായ പുരോഗതിയെ മാത്രമല്ല ഭൗതികമായ അഭിവൃദ്ധിയെ കൂടി സിദ്ധിക്കുന്ന സൂചനയാണ്. പത്മധാരണവും പത്മനിർമ്മാണം പരമ ശിവ ചൈതന്യത്തിന്റെ പ്രതീകമായ പത്മം ധരിക്കുന്നതിലൂടെ ആ ചൈതന്യത്തിന്റെ ഒരു അംശം പിണ്ഡാണ്ഡമായ നമ്മളിൽ ഉണ്ട് എന്ന ബോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ കഴിയണം. അതുപോലെ പത്മധാരണത്തിലൂടെ അദൃശ്യ ദുഷ്ടശക്തികൾ, ബാധകൾ, പ്രേത പിശാചാദി ബാധകൾ തുടങ്ങിയവയെ അകറ്റി നിർത്താനും പത്മത്തിന് കഴിയും. രാവിലെ ജലം കൊണ്ട് കുഴിച്ചും ഉച്ചയ്ക്ക് ചന്ദ്രജലം, വൈകിട്ട് ഉണങ്ങിയ പത്മമാണ് ധരിക്കേണ്ടത്. അത് രാവിലെ ജലം കൊണ്ട് കുഴിച്ച് പത്മം ധരിക്കുന്നത് സൂര്യ ഉദയ സമയത്തുള്ള ചൂട് ഒരുവിധം കുറയ്ക്കാനാണ് ഇത് ചെയ്യുന്നത്. ജലം കൊണ്ട് ചേർത്ത് പിന്നെ ഉച്ചയ്ക്ക് ചന്ദ്രനാകുമ്പോൾ കുറച്ചും കൂടെ സൂര്യന് ചൂട് കൂടിയിരിക്കുന്ന സമയം, അപ്പോൾ ചന്ദ്രനാകുമ്പോൾ തണുപ്പാണ്. അപ്പൊ ചന്ദ്രൻ കൂടെ ചേർത്ത് കുഴിച്ച് ധരിക്കുമ്പോഴേക്കും ആ സൂര്യന്റെ കൊടും ചൂട് നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ വൈകിട്ട് ഉണങ്ങിയ പത്മം ധരിക്കുന്നത് വൈകിട്ട് നമ്മൾ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും രോഗാണുക്കൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയാണ്. ആ സമയത്ത് രോഗാണുക്കൾ നശിപ്പിക്കാൻ പത്മത്തിൽ കഴിവുണ്ട്. അതുകൊണ്ടാണ് വൈകിട്ട് ഉണങ്ങിയ പത്മം ധരിക്കാൻ ഞാൻ പറഞ്ഞത്. പിന്നെ ആദ്യത്തെയും ശനിയുടെയും ദശാകാലമുള്ളവരും 7 ശനി, കണ്ടകശനി തുടങ്ങിയവരും നിത്യമായി രാവിലെയും വൈകിട്ടും ദേവശുദ്ധി ചെയ്യും. ശേഷം പഞ്ചക്ഷര ഓം നമശിവായ എന്ന മന്ത്രം ജപിച്ചിട്ട് പത്മം ധരിക്കുന്നത് ശ്രേഷ്ഠമാണ്. നമശിവായ. അടുത്ത് ചന്ദനം. ചന്ദനമാണ് വൈഷ്ണവത്വവും പത്മം ശൈവതത്വമാണ്. കുങ്കുമം പരാശക്തി തത്വം, ദേവീ തത്വമാണ്. ചന്ദനം മനസ്സിന് ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നത് സാത്വിക ഗുണത്തോടു കൂടിയതാണ്. ചന്ദനം വിഷ്ണു തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദനം ശീത ഗുണപ്രധാനമാണ്. ആജ്ഞാചക്രസ്ഥാനത്ത് ശീതഗുണപ്രധാനമായ ചന്ദനം കൊണ്ടുതന്നെ മനസ്സിനും ശരീരത്തിനും ശാന്തിയും സത്വഗുണവും നിറയും. വേദത്തിന്റെയും ബുധന്റെയും ദശകാലത്ത് നിത്യവും അഷ്ടക്ഷമതയോടെ ചന്ദനം ധരിക്കുന്നത് ഉത്തമമാണ്. അത് അഷ്ടക്ഷമത്തിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രമാണ്. കുജ ദശകാലത്ത് രക്തചന്ദനം കൊണ്ട് തിലകം ധരിക്കുന്നതും ഉത്തമമാണ്. ദേവീക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ കൊണ്ട്, അതായത് തെച്ചിപ്പൂക്കൊണ്ട് അർച്ചന ചെയ്ത് രക്തചന്ദ്ര സംഗീതം അർച്ചന, അത് രക്തചന്ദന ജലത്തിൽ മുക്കി തെച്ചിപ്പൂ ദേവിക്ക് അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. ചൊവ്വാഴ്ചയാണ് ചെയ്യുന്നത്. രക്തചന്ദ്ര സംഗീതം അർച്ചന നടത്തിയത് ആ ചന്ദനം രക്തചന്ദനം നിത്യം ധരിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ആ ഭദ്രകാളി പ്രീതിക്കാണ് ചെയ്യുന്നത് കൂടുതൽ. രക്തചന്ദനത്തിന്റെ മാല ധരിക്കുന്നത് നല്ലതാണ്. അടുത്ത കുങ്കുമം. കുങ്കുമം ദേവിക്ക് തത്വത്തിന്റെ പ്രതീകമാണ് കുങ്കുമം. കുങ്കുമപ്പൂവ്
ഉണക്കി പൊടിച്ചാണ് കുങ്കുമം തയ്യാറാക്കുന്നത്. കുങ്കുമം കൊണ്ട് പൊട്ടാണ് ധരിക്കുന്നത്. ചന്ദ്രൻ, ചൊവ്വ, ശുക്രൻ, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലത്ത് കുങ്കുമം പതിവായി ചിലരും ധരിക്കുന്നത് നല്ലതാണ്. അതാത് ഗ്രഹങ്ങളുടെ അതിദേവകളുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് തിലകധാരണം ആ ദേവകളുടെ ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, കുങ്കുമ അഭിഷേകം തുടങ്ങിയവ നടത്തി ആ കുങ്കുമം കൊണ്ട് നിത്യേന തിലകാണിക്കുന്നത് നല്ലതാണ്. പിന്നെ ഗണകുങ്കുമത്തിന്റെ കരിപ്രസാദം കേതു ദശാകാലത്ത് നിത്യേന ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രാഹുദശാകാലത്ത് ക്ഷേത്രങ്ങളിൽ നാഗർക്കർച്ചന നടത്തിയിട്ട് ആ മഞ്ഞൾ പ്രസാദം പതിവായി ധരിക്കുന്നത് നല്ലതാണ്. ദോഷാന്തി കുറയ്ക്കും. ദാറ് വിഗ്രഹമുള്ള, അതായത് വരിക്കപ്ലാവ് തടിയാണ്, വരിക്കപ്ലാവില് കാതൽ കൊണ്ട് നിർമ്മിക്കുന്ന വിഗ്രഹമാണ്. അതിനുവേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ പ്ലാവില് വരിക്കപ്ലാവിന്റെ വടക്കോട്ടുള്ള ശിഖരം നിലത്ത് വീഴാതെ എടുത്ത് ദാരിദ്ര്യം നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ പറയാം. ഇങ്ങനെയാണ് അതിന്റെ ദാരിദ്ര്യത്തിന്റെ നിർമ്മാണം. സച്ചൻ രാവിലെ തന്നെ അത് ഈറിനോട് നിന്ന് ഉടുക്കുന്ന വസ്ത്രം അതിന്റെ ഈറ് മാറുന്നതിനകത്ത് കൊത്തി വിഗ്രഹം പണി ചെയ്തതിനനുസരിച്ച് ബാക്കി ഈറ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹം ചെയ്തിടാന്നുള്ളതാണ്. അത് വളരെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ്. നമ്മൾ അടുത്ത വേറൊരു ക്ലാസ്സിൽ പറയുന്നതാണ്. നമുക്കായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു വഴിപാടാണ് ചാന്താട്ടം. ഈ ചാന്താട്ടം എന്ന് പറഞ്ഞാൽ തേക്ക് മരത്തിന്റെ കാതല്, പിന്നെ മഞ്ഞൾ, പിന്നെ ചുണ്ണാമ്പ്, കരിക്കിന്റെ അത് ചേർത്ത് ആണ് ചാന്ത് നിർമ്മിക്കുന്നത്. ചാന്ത് കുജ ദശകാലത്ത്, ചന്ദ്രദശകാലം തന്നെ കുറി തൊടുന്നതിന് മുൻപ് ധരിക്കുന്നതിന് മറ്റൊരു വസ്തുവാണ് കളപ്പത്തു. ആക്കിൽ ചന്ദനം, ഗുൽഗുലു, കുങ്കുമം, പൊട്ടം, ഇരുവേല്, രാമച്ചൻ, മാഞ്ചി തുടങ്ങിയ 8 സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താണ് കളപ്പുട്ട് തയ്യാറാക്കുന്നത്. കളപ്പുട്ട് സാധാരണ കളപ്പം ശിവൻ, അത് ഏറ്റവും കൂടുതൽ വൈഷ്ണവ തത്വമാണ് അതിനകത്ത് വരുന്നത്. കൃഷ്ണനും വിഷ്ണുവിനാണ് കളപ്പം ആടുന്നത് ഏറ്റവും കൂടുതൽ. പക്ഷെ എല്ലാവർക്കും ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കൃഷ്ണനും വിഷ്ണുവാണ്. പിന്നെ ശിവലിംഗത്തിൽ കളപ്പം ആടുന്നുണ്ട്, ദേവി ക്ഷേത്രത്തിൽ കളപ്പം ആടുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. കളപ്പം ആടുന്നത് ഏറ്റവും വിശേഷപ്പെട്ട സർവകാര്യ സാധ്യമാണ്. ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് കളപ്പം ആടുന്നത്. മഞ്ഞൾ നേരമായി പൊടിച്ചിട്ട് അതിൽ നാരങ്ങ നീര് കലർത്തി ഉണക്കി പൊടിച്ചിട്ട് എടുക്കുന്ന സിന്ധുക്കൾ. പിന്നെ കസ്തൂരി മാനയുടെ മൃഗത്തിന്, ഈ കസ്തൂരി മാന എന്ന് പറഞ്ഞ മാനുണ്ട്, അതിൽ നിൽക്കുന്ന ഒരു കസ്തൂരി എന്ന് പറഞ്ഞ ഒരു സംഭവം. പിന്നെ പശുവിന്റെ ചുറ്റിൽ നടക്കുന്ന ഗോരോചനം, പിന്നെ പച്ചരി, ചൗരി ചേർത്ത് കരിച്ചെടുത്ത് ചെമ്പരത്തിപ്പൂവിന്റെ ചേർത്ത് തിളപ്പിച്ച് കുറുക്കി തയ്യാറാക്കുന്ന ചാന്ത്. പണ്ട് ചാന്ത് ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു. ചുവന്ന ഒരു ചാന്ത്, പിന്നെ ഒരു ബ്രൗൺ കളർ, കോഫി ബ്രൗൺ കളർ, ഒരു കളർ, ചുവപ്പുള്ള ബ്രൗൺ കളർ ഒരു കളറിൽ ആയിരുന്നു. അത് പണ്ട് നമ്മുടെ മുത്തച്ഛന്മാരുടെ കാലത്തൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കസ്തൂരി, കർപ്പൂരം, അകിൽ, ചന്ദനം ഇവ അരച്ച് തയ്യാറാക്കുന്ന കുറുക്കൂട്ട്. പിന്നെ എന്നിവയ്ക്ക് സ്ത്രീകൾ കുറിനായി ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് അനുഷ്ഠാനപരമായ പ്രാധാന്യത്തെക്കാൾ ഉപരി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന നിലയ്ക്കാണ് പ്രാധാന്യമുള്ളത്. വശീകരണം തുടങ്ങിയ കാര്യസാധ്യങ്ങൾക്ക് തിലകം ധരിക്കുന്നതിന് ഒരു മാന്ത്രിക പ്രയോജനമുണ്ട്. ധാരാളം മന്ത്രങ്ങളുണ്ട്. അവ നിപുണമായ ഒരു മാന്ത്രികന്റെ സഹായത്തോടെ മാത്രം ചെയ്യേണ്ടതാണ്. അത് ചെയ്യേണ്ടത് രക്തചന്ദനം, കച്ചൂരി കിഴങ്ങ്, പിന്നെ മാഞ്ചി, കുങ്കുമം, ഗോരോചനം, ചന്ദനം, ആക്കി, കർപ്പൂരം എന്നീ അഷ്ടഗന്ധങ്ങളായിട്ട് മാതങ്കി മന്ത്രത്താൽ ശക്തി വരുത്തി അണിഞ്ഞാൽ അവൻ ഏവർക്കും പ്രിയങ്കരനാകും. ഇത്തരത്തിൽ നിരവധി കർമ്മങ്ങൾ മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കാണുന്നുണ്ട്. നമുക്കായ അനുഭവത്തെ പറ്റി